ഇസ്രായേലിനും അമേരിക്കയ്ക്കുമിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പുറത്തു വരികയാണ്. അതിൽ 2-3 കാര്യങ്ങളാണ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇറാൻ്റെ എണ്ണ ഫാക്ടറിക്ക് നേരെയും റിഫൈനറി സംവിധാനത്തിന് നേരെയും ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയും കെടുത്താൻ പറ്റാത്ത തീപിടുത്തങ്ങൾ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് തെഹ്റാനിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ ഇതോടനുബന്ധിച്ച് അമേരിക്ക പൊടുന്നനെ ഒരു പ്രസ്താവന പുറത്തിറക്കി. ഇതോടെ ലോകം തന്നെ അമ്പരന്നിരിക്കുന്ന പ്രസ്താവനയായിരുന്നു. ആ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നായിരുന്നു പറഞ്ഞത്. അഥവാ ഇസ്രായേൽ മാത്രമായിട്ട് ആക്രമിച്ചതാണ്. ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള സംവിധാനത്തെ, സാമ്പത്തിക സ്രോതസ്സ് തകർക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല. ഭരണമാറ്റമാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളും സർക്കാർ മന്ദിരങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് തങ്ങൾ സൈനികർക്ക് നൽകിയത്. അതല്ലാതെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട എണ്ണ റിഫൈനറി പോലെയുള്ള, കുടിവെള്ള പദ്ധതി പോലെയുള്ള സംവിധാനങ്ങൾ, അതായത് ജീവിതവുമായിട്ട് വലിയ രീതിയിൽ ബന്ധമുള്ള മേഖല, സാമ്പത്തികത്തിനേക്കാൾ അപ്പുറമുള്ള മേഖല അതാണ് ഉദ്ദേശിച്ചത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ തങ്ങൾ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും 2 തലത്തിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അഥവാ സർവനാശം വിതക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് അവരുടെ സൈനിക ബലവും ശക്തിയും ക്ഷയിപ്പിച്ചുകൊണ്ട് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ സാധ്യമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 2 പരാജയമാണ്. പക്ഷേ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 2 കൂട്ടരും ഒരേ സമയത്തല്ല, ഒരേ തലത്തിലല്ല ആക്രമിക്കുന്നത്. ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായതായി ഇറാൻ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് പുറത്തു വന്നു. അവരുടെ തെഹ്റാൻ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കുടിവെള്ള പദ്ധതിയെ ആക്രമിക്കുകയും അതിൻ്റെ മേഖല അപ്പാടെ തകർക്കുകയും ചെയ്തു. അതോടുകൂടി തിരിച്ചടി ഉണ്ടായി. വളരെ ശക്തമായ തിരിച്ചടി ബഹ്റൈന് നേരെ ഉണ്ടാവുകയും ബഹ്റൈനിൽ ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന മേഖല അപ്പാടെ തകർക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കുടിവെള്ള യുദ്ധം കൂടി നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഇറാൻ പറയുന്ന കാര്യം, തങ്ങളൊരിക്കലും അറേബ്യൻ മേഖല ആക്രമിക്കില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ആക്രമണം ഉണ്ടായി. ഞങ്ങളുടെ സഹോദരന്മാരുടെ കുടിവെള്ളത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ബഹ്റൈനിലെ അമേരിക്കയുടെ സൈനിക ബേസിൽ വെച്ചിട്ടാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചടി അതേ പാകത്തിലുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കുടിവെള്ളത്തിന് പകരം കുടിവെള്ളമായിട്ട് തന്നെ തങ്ങൾ തിരിച്ചാക്രമിച്ചു. ഇതോടുകൂടി ബഹ്റൈൻ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയായി. അമേരിക്കൻ അംബാസഡറെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ കാര്യം പറയുകയും ചെയ്തു. ഏത് തരത്തിലാണ് ചർച്ച ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ പറഞ്ഞതായിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ ബഹ്റൈനിൽ തുടരുന്നിടത്തോളം കാലം ഞങ്ങളുടെ സർവ്വ മേഖലക്കും നാശമുണ്ടാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ സർവീസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് ബഹ്റൈൻ പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് ഇസ്രായേലും ഇറാനുമാണെങ്കിലും അതിൻ്റെ ഭാവിയിൽ, അതിൻ്റെ ഭവിഷ്യത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് അമേരിക്കക്കാണ്. ജയിക്കാൻ പറ്റാത്ത ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേലിന് വേണ്ടി കൂലിപ്പണി എടുക്കുകയായിരുന്നു അമേരിക്ക. പക്ഷേ അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഭ്രാന്തനെ പോലെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആക്രമിക്കുന്നത്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത്, ചങ്ങല പൊട്ടിയ ആന മതമിളകി ചെയ്യുന്ന പ്രവൃത്തി എന്താണോ ആ തരത്തിൽ അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടും ഏകദേശം ഒരു പിശാചിനോട് തുലനം ചെയ്തുകൊണ്ടുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ആ ശൈത്താനെ അല്ലെങ്കിൽ ആ സംവിധാനത്തെ തങ്ങൾ തകർത്തിരിക്കുന്നു എന്നുള്ള വളരെ അഭിമാനത്തോടു കൂടി. മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ഷിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആരാധ്യനായിരിക്കുന്ന ആത്മീയ ആചാര്യനാണ്. അത് ഇറാനിൽ മാത്രമല്ല, ലോകത്ത് എമ്പാടുമുള്ള ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ ഗുരുവാണ്. ആ ഗുരുവിനെയാണ് കൊലപ്പെടുത്തിയത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിന് മുറിവേറ്റിരിക്കുന്ന സംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് തീർച്ചയായിട്ടും
പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് തലത്തിൽ വേണ്ടായിരുന്നു എന്നുള്ളിടത്തേക്ക് ഇസ്രായേലും അമേരിക്കയും എത്തിയിരിക്കുന്ന ആദ്യം എത്തിയത് അമേരിക്ക തന്നെയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയൊക്കെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. കാര്യം ഇന്നലത്തെ രാത്രിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് അന്നത്തെ ദിവസം പറയുകയാണ്, സംസാരിക്കുകയാണ്, ഇന്നത്തെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരിക്കൽ പോലും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഇറാനെ തങ്ങൾ അടിച്ച് നിലം പരിശാക്കുകയും പിന്നീട് പുതിയ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പുനരാലോചന നടത്തുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം അവർ പറഞ്ഞു, ഇറാനിലെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ രാത്രിയാണ് ഇന്നലെ എന്ന് പറഞ്ഞു. ആ രാത്രി കഴിഞ്ഞു, പിന്നെ പകലായി, എന്നിട്ടും യാതൊരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അന്നത്തെ രാത്രിയാണ് ഏറ്റവും കഠിനമായിരിക്കുന്ന ആക്രമണം അമേരിക്കയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേലിൻ്റെ തെല്ലവീവ് പോലെയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന പട്ടണം കേന്ദ്രീകരിച്ചുകൊണ്ടും നടന്നത്. നാശത്തിൻ്റെ കണക്കുകൾ എഴുതിയാൽ അവസാനിക്കാത്ത വിധമാണ് എന്ന റിപ്പോർട്ട് കൂടി അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിതിൽ കൂട്ടി വായിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഈ ഒരു യുദ്ധം എവിടെയും ജയിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. കാര്യം യുദ്ധവുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തയ്യാറായ ഒരു യൂറോപ്യൻ രാജ്യങ്ങളും ധൈര്യസമേതം മുന്നോട്ട് വന്നിട്ടില്ല. ആദ്യം ജർമ്മനി വന്നിരുന്നു. ജർമ്മനി വന്ന സമയത്ത് ആ ജർമ്മനിക്ക് തിരിച്ചടി കിട്ടുമെന്ന ഒരു ഭയപ്പെട്ടോടുകൂടി പിന്നീട് അതുണ്ടായിട്ടില്ല. കാര്യം ഇവർ ഇറാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ തെഹ്റാനിൽ നിന്ന് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആക്രമിക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ സാമ്പത്തിക മുടക്കും അധ്വാനവും സമയനഷ്ടവും ഉണ്ടാകുന്നതാണ്. അതിന് പകരം അറേബ്യൻ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അവരുടെ സൈനിക ബേസ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ എംബസിയോ കോൺസുലേറ്റോ തകർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ചെലവിൽ വലിയ നഷ്ടമുണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചിന്തിക്കുന്നത്. ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഭയപ്പാടുണ്ടാകുന്നത്. അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയ്ക്ക് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിന് വലിയ മുറിവുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഖത്തറിലുള്ള ജർമ്മനിയുടെ എംബസിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഖത്തറും ജർമ്മനിയും തമ്മിൽ പിന്നീട് പ്രശ്നമുണ്ടാകും. കാര്യം നിങ്ങളുടെ എംബസി ഇവിടെ പ്രവർത്തിച്ചിട്ടാണല്ലോ ഇറാൻ ആക്രമിക്കുന്നത് എന്ന തരത്തിലേക്ക് പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ഉടക്കുന്ന ഭാവിയിൽ സാമ്പത്തിക രംഗത്തും ഈ എണ്ണ രംഗത്തൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതുക്കെ അവർ ഈ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒരുപാട് പുറകോട്ട് പോയത് എന്ന് ചുരുക്കം. ഇപ്പോൾ യുദ്ധമുഖത്ത് ആരാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണോ ഉള്ളത് ചോദിച്ചാൽ അല്ല, വ്യത്യസ്ത നിലപാടും വ്യത്യസ്ത സമീപനവും വ്യത്യസ്ത രീതികളുമാണ്. ഒരുമിച്ച് യുദ്ധം നടത്തുന്നില്ല എന്ന് പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്.